സെപ്റ്റംബർ ഇൻടേക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് UK-യിൽ എങ്ങനെയാ ജോലി കിട്ടുന്നത്? ഇനി നമ്മുടെ ക്യൂസ് വിന്നർ ഫ്രേ കുട്ടിയാണ് കാണാൻ പോകുന്നത്. ദിസ് ഈസ് സോ ക്യൂട്ട്. നമ്മൾ UK-യിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിലാണ്. നമ്മുടെ എലിമെന്റൽ ട്രേഡിംഗ് ഒരു പുതിയ കോഴ്സ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൗസ് വൈഫിന് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ട്രേഡിംഗിൽ ഉള്ളത്. ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈറ്റ്, ഊബർ, ഡെലിവറോ പോലത്തെ ജോലി കിട്ടും. നാട്ടിലുള്ള മാതാപിതാക്കളുടെ ഏറ്റവും കൂടുതൽ ഡൗട്ട് എന്തെന്നറിയാം, ഇനി ഈ ജോലികളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു ബാക്കിലിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പോകേണ്ട ലെവലിൽ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇതല്ല ഹോസ്റ്റൽ, ഇത് ഫാർമസിയാണ്. ഇത്രയും നല്ല ഹോസ്റ്റലിൽ നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി താമസിക്കാം. നല്ല കുലുക്കുണ്ടോ? ഹലോ, ഹായ്, നമസ്കാരം. എല്ലാൻ്റെ ഡെയിലി ജേർണിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് തൊട്ട് എന്നോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, UK-യിൽ എങ്ങനെയാണ് വരുന്നത്, ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് വർക്ക് കിട്ടുന്നതെന്നൊക്കെ. ഇതിനുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഉത്തരം എനിക്ക് ഒറ്റ ഇരിപ്പിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ബ്രൈറ്റൺ സസെക്സ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത്. അപ്പോൾ പുള്ളി കുറേ ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വാലന്റൈൻസ് ഡേ അന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതിൻ്റെ വിന്നറും ബ്രൈറ്റണിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്രേയ കുട്ടിയും പോയി ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാം. ഓക്കെ. കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നതെന്ന്. എനിക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കുറേ അറിവൊന്നുമില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെങ്ങനെ പഠിക്കുന്നത്, ചില കുട്ടികൾ കേരള സിലബസിൽ പഠിക്കും, ICSE സിലബസിൽ പഠിക്കും, CBSE സിലബസിൽ പഠിക്കും. അതൊക്കെ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റി ചേരണമെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി ചേരാം. അതല്ല നിങ്ങളുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റിയിലും ചേരാം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി ഈ യൂണിവേഴ്സിറ്റി ചേർന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ബ്രൈറ്റൺ ചൂസ് ചെയ്തത്. അപ്പോൾ കുറച്ച് പിള്ളേരുടെ ഒരു ഡൗട്ടാണ്, ചേച്ചി നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയുള്ളൂ എന്ന്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പഠിച്ച ഈ കോളേജിലാണ്. പുള്ളിക്കാരുടെ കൂടെ വന്ന പിള്ളേർക്ക് ആർക്കും തന്നെ എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇത് നല്ല കോളേജ് അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ എസ് ഓർ നോ ഒന്നും എനിക്കറിയത്തില്ല. ഇപ്പം നല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ജോലി കിട്ടാത്തവരുണ്ട്, ഇനി ചെറിയ കോളേജിൽ പഠിച്ചിട്ടും ജോലി കിട്ടിയവരും ഉണ്ട്. അപ്പം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കൊക്കെ പോയിട്ട് ചില ആളുകൾ രക്ഷപ്പെടും, ചില ആളുകൾ രക്ഷപ്പെടത്തില്ല. അതുപോലെ തന്നെയാണ് ലണ്ടനിലായാലും കാനഡയിലായാലും എവിടെയാണെങ്കിലും നമുക്കൊരു തലയിൽ എന്തായാലും ഒരു വിധി വരച്ചിട്ടുണ്ട്, അതേ വരുള്ളൂ. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഒക്കെ കോയമ്പത്തൂരിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ സെറ്റിൽ ആയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. പുള്ളി 2008 വന്നു. 0 എക്സ്പീരിയൻസ് ആയിട്ടാണ് എല്ലാവരും വന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ പൊസിഷൻ ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. അങ്ങനെ കുറച്ച് ആളുകൾ സക്സസ് ആയവരുണ്ട്. എന്നാൽ ഇതിനകത്ത് വന്നിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ പോകുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, ജോലി തപ്പി നടക്കുക. പിന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നത് അത്രയും നല്ലതാണ്. ഇവിടെ വന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭാഗ്യമാണ്. ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ നല്ല രീതിയിലാണ് ലോണും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് എല്ലാം പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അബ്രോഡിൽ പോയി പഠിച്ച് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഈ ക്യാമ്പസിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ സമയം പോകുന്ന അറിയത്തില്ല. എന്തായാലും കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇത് ലൈബ്രറി, ആർട്സ്, ഇത് വലിയൊരു കോളേജാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇവിടെ പഠിക്കാത്തത് കൊണ്ട് എനിക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒന്നും കൂടെ പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇനി കുറച്ച് പേരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നതാണോ നല്ലത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് താമസിക്കുന്നതാണോ നല്ലത്? അതിനുള്ള ഉത്തരവും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇവരുടെ ഹോസ്റ്റൽ എവിടെയാണെന്ന് നോക്കാം, എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. ബാ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഹോസ്റ്റൽ കാണിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ചേച്ചി എന്താ ഇങ്ങനത്തെ ബിൽഡിങ് കാണിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ. ആക്ച്വലി അച്ഛയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഇച്ചിരി ചെറുതായിരുന്നു. ഇപ്പോൾ ഇടിച്ചു പൊളിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് സമയത്ത് ക്ലാസ്സിൽ കുട്ടികളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവർ ഹോസ്റ്റൽ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ റിനോവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഹോസ്റ്റൽ കാണിച്ചു തന്നു.
ഇത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന മിക്ക കുട്ടികളും ഷെയർഡ് ആയിട്ടുള്ള അക്കോമഡേഷനാണ് എടുക്കുന്നത്. ഇവൻ എൻ്റെ ഹസ്ബൻഡ് പോലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ വന്നിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. നമ്മളിപ്പോൾ നാട്ടിൽ നിന്നും മലയാളി കുട്ടികളുടെ കൂടെ ആയിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ ഷെയർഡ് ആയിട്ട് നമ്മൾ അക്കോമഡേഷൻ അവരുടെ കൂടെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹോസ്റ്റലിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് അവരുടെ കൾച്ചർ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ഫുഡിൻ്റെ രീതി എന്തൊക്കെയാണ്, നമുക്ക് അവരുടെ കാര്യങ്ങളും കൂടെ കുറച്ച് പഠിക്കാനും നല്ലതാണ്. മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ക്യാമ്പസിൻ്റെ അകത്ത് നിന്നിട്ട് ഒരു ചെറിയ കുട്ടിയായ പോലെ, ഒരു സ്റ്റുഡൻ്റ് ആയ ഒരു ഫീല് എനിക്കും തോന്നുന്നുണ്ട്. കൂടുതൽ നേരം ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തണുത്ത് മരിക്കും. അതുമാത്രമല്ല നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഫർമേഷൻ പറയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോ അല്ലെങ്കിൽ കാറ്റില്ലാത്ത സ്ഥലത്ത് പോയി പറയാം. ഓക്കെ. നാട്ടിലുള്ള മാതാപിതാക്കളുടെ വേറൊരു ഡൗട്ട് എന്തെന്നറിയോ? ഇപ്പോൾ ഇവിടെ കറക്റ്റ് ടൈമാണോ വരുന്നതെന്ന്. പ്രത്യേകിച്ച് കോവിഡൊക്കെ അല്ലേ, ഇപ്പോൾ വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയാണ്. അപ്പോൾ അതിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാ 2 years കൂടെ കിട്ടും. കാരണം ആ വിസയിൽ നമുക്ക് ഇവിടെ ജോലി തപ്പണമെങ്കിൽ തപ്പാം. ഇഷ്ടമുള്ളവർക്ക് തപ്പിയിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് സ്റ്റേ ചെയ്യാം. നമുക്ക് ലക്കുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. പിന്നെ അവരുടെ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് PR കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് ടൈം തന്നെയാണ്. പ്രത്യേകിച്ച് ബ്രെക്സിറ്റ് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. ഗവൺമെൻറ് ആക്ച്വലി ഒരുപാട് ജോലി ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം കുട്ടികൾക്ക് ആഗ്രഹമാണ് ഇവിടെ തന്നെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജോലി കൊണ്ടേ നമ്മൾ തിരിച്ചു വരുത്തും. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചിറങ്ങിയതുപോലെ തന്നെയാണ് ഇവിടെയുള്ള കുട്ടികളും പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ 16 വയസ്സ് തൊട്ടിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇനഫ് ആക്ച്വലി എന്താ പറയുക, ആൾക്കാർ ടിപ്സ് കൊടുക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ സ്ഥലത്ത് ജോലി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വരാൻ നേരത്ത് നമ്മൾക്ക് എന്താ വേണ്ടത്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാം. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് പോയിന്റ്, പ്രത്യേകിച്ച് ഏഷ്യൻസിൻ്റെ നമുക്കൊരു പ്രത്യേക കഴിവാണ്. എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഇവിടെ തട്ടിത്തടിഞ്ഞ് നിന്ന് ജോലി നേടിയെടുക്കും. അങ്ങനെ ആഗ്രഹമുള്ളവർ, അല്ലാത്തവരിപ്പോൾ തിരിച്ചു പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ മിക്ക ആൾക്കാരും 80% ആൾക്കാർക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടും. തിരിച്ച് നാട്ടിൽ പോകാൻ കുറച്ച് മടിയൊക്കെ ആയിരിക്കും. പിന്നെ 20% ആൾക്കാർ അതിപ്പോൾ എന്താ പറയുക, ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരായിരിക്കും. പഠിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നാട്ടിൽ പോയി സെറ്റിൽ ആവണമെന്നായിരിക്കും. എന്നെ പോലെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ പല കൾച്ചർ പഠിക്കും, ഇവിടുത്തെ ഫുഡിൻ്റെ രീതി എങ്ങനെയാണെന്ന് പഠിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്, ക്ഷമയൊക്കെ കിട്ടി തുടങ്ങി. എല്ലാത്തിനും സോറി, പ്ലീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കും. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് വരിക, പഠിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം, അതുപോലെ തന്നെ ഹോസ്റ്റലും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നു. എൻ്റെ അറിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സിസ്റ്റർ ഇൻ ലോ പഠിച്ചിറങ്ങിയത് കിങ്സ് കോളേജിലാണ്. കിങ്സ് കോളേജ് ആക്ച്വലി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ്. അപ്പോൾ ആ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. ഇപ്പോൾ നമ്മൾ കേംബ്രിഡ്ജിലൊക്കെ പഠിച്ചിറങ്ങുന്ന പോലെ ഇപ്പോൾ നാട്ടിലുള്ള IIT NET ഒക്കെ കോഴ്സൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നാലും ജോലി ഉറപ്പാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ചില കോളേജുകൾ. കാരണം ഹസ്ബൻഡ് റൂബി പഠിക്കുന്നതിൻ്റെ മുമ്പേ, റൂബി എന്നാണ് എൻ്റെ സിസ്റ്ററിനോട് പേര്, റൂബി പഠിക്കുന്നതിൻ്റെ ഒരു 2-3 years മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കോളേജ് സെലക്ട് ചെയ്തത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ്. പക്ഷേ പുള്ളി സിസ്റ്ററിനോട് പറഞ്ഞു കൊടുത്തു, കാരണം റൂബി ഇങ്ങനത്തെ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും ജോലിയൊക്കെ കിട്ടാൻ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനുണ്ട്, റെഡിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. അധികം കഷ്ടപ്പെടണ്ട. പക്ഷേ സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടണം കേട്ടോ. കാരണം സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഡോമിനോസിലും സെയിൻസ്ബറിയിലും ഈ BP പെട്രോൾ ബങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് അവരിപ്പോൾ നല്ല പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. സോ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു ഹെൽപ്പും കൂടെ ചെയ്തു തരാം. ഞാൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി എക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് അറിയാം ഏതൊക്കെ കോളേജുകളാണ് ഇപ്പം നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ റാങ്ക് അനുസരിച്ചുള്ള കോളേജുകൾ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഹയർ ആയിട്ട് പഠിക്കാനുള്ള MPO അങ്ങനത്തെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണോ വേണ്ടത് അത് റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത്, ചേച്ചി ഇവിടെ എവിടെയായിരിക്കും പാർട്ട് ടൈം ജോലി കിട്ടുന്നതെന്ന് അല്ലേ? ആ
സ്ഥലത്തേക്കാണ് ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു February 14th, അതായത് വാലന്റൈൻസ് ഡേ അന്ന്. അപ്പോൾ അതിൻ്റെ വിന്നറിൻ്റെ അടുത്ത് നമ്മൾ സർപ്രൈസ് ആയിട്ട് പോകുന്നതാണ്. ലക്കിലി ആക്ച്വലി ഫസ്റ്റ് വിന്നർ നമ്മളുടെ UK കൊച്ചു തന്നെയായിരുന്നു. ബ്രൈറ്റനിൽ തന്നെയാണ് നമ്മുടെ ആ ഫ്രേയുടെ വീട്. അപ്പോൾ ഫ്രേയുടെ അടുത്തോട്ടാണ് ഞാൻ ഇനി പോകുന്നത്. നമുക്കിനി ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഹലോ, ചേച്ചി അറിയാമോ ആരാ? This is so cute. ഞാൻ ഫ്രേയെ കാണാൻ വന്നത്. ഫ്രേയുടെ ഫ്രേയുടെ 4 അനിയത്തിമാരും ഒരു കുട്ട അനിയനുമാണ് കേട്ടോ അവിടെ ഉള്ളത്. ഞാൻ ചെറിയൊരു ഗിഫ്റ്റാണ് മേടിച്ചത്. ഇതിപ്പോൾ ആർക്ക് കൊടുക്കണം എന്ന് അറിയത്തില്ല. കുട്ടാപ്പിക്കാണ് കൊടുക്കാം. ഹലോ, ഫ്രേയുടെ മമ്മി അവിടെ ഇന്ന് വന്നേ. ഞാൻ എൻ്റെ ക്വിസ് കോമ്പറ്റീഷനിൽ ഫ്രേയ എന്ന് കേട്ടപ്പോൾ ആൻറ്റി അന്നാ വിചാരിച്ചത്. എനിക്ക് ആൻറ്റി എന്നൊന്നും വിളിക്കാൻ തോന്നില്ല, ചേച്ചി എന്ന് വിളിക്കാൻ തോന്നുന്നു. കാരണം ഈ 5 പിള്ളേരുടെ കുട്ടി പിള്ളേരുടെ മമ്മിയാണിത്. ശരിക്കും ബ്ലെസ്ഡ് ആണ് കേട്ടോ. ഇതൊരു ഭാഗ്യം തന്നെയാണ്. കുഞ്ഞുങ്ങളെ ദൈവം ദാനം കൊടുക്കുന്നതാണ്. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്, ഇറ്റ്സ് റിയലി ബ്ലെസ്സിങ്. ഫ്രേ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ്റെ വിന്നർ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രേയെ കാണാൻ ഞാൻ വന്നിട്ടുണ്ട്. കോവിഡ് കാരണമാണ് ഞാൻ വീട്ടിലേക്ക് പോവാഞ്ഞത്. എന്തായാലും എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. ഫ്രേയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. ഹാപ്പിയാണോ? ഹാപ്പിയാ ചേച്ചിയെ കാണാൻ. ക്വിസിൽ ആദ്യം ചെയ്തപ്പോൾ സെക്കൻഡ് ആയിട്ടല്ല നിന്നെ, അപ്പോൾ ഞാൻ സെക്കൻഡ് ആയിരിക്കും, കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഞാൻ ജോഗ്രഫി ഒക്കെ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ ജോഗ്രഫി ആയിട്ട് കുഴപ്പമില്ലായിരുന്നു. സാധാരണ അപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെയും കൂടെ കുറച്ച് ജനറൽ നോളേജ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടെന്ന്. അത് ശരിക്കും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഫ്രേക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഫ്രേയുടെ കൂടെ ആരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അന്ന്? ഞങ്ങൾ 3 പേരുമായിരുന്നു. ഓ ഗ്രേറ്റ്. ഇത് പൂച്ചക്കണ്ണുകളാട്ടോ എല്ലാം. ഗ്രേറ്റ്. എനിവേ കുട്ടാബി കുഞ്ഞു പിടിച്ചോ. ഓക്കെ റൈറ്റ്. ഹാപ്പി ടു സീ യു ഓൾ. ഫ്രേ എന്താണ് ചെയ്യുന്നത്, പഠിക്കുന്നത് എന്ന് പറയും? ഞാൻ Year 11 GCSE ചെയ്യുന്നു. ഓക്കെ ഓക്കെ. സെക്കൻഡ് വൺ Year 8. പേരെന്നാ? ലയ. Olivia, I'm Year 6. ഓക്കെ. സോ ലിവിയ Year 6ലാണ്. അമീലിയ ഏത് ഇയറാണ്? Year 1 ആണ്. അപ്പോൾ വർക്ക് ചെയ്യാണോ? ഞാനിവിടെ അടുത്ത ഈസ്റ്റ്ബോൺ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ. പേര്? എൻ്റെ പേര് ജെയിനി. എന്താണ് നമ്മുടെ കുട്ടാപ്പിയുടെ പേര്? കുട്ടാപ്പിയുടെ പേര് ഐസക്. 1.5 വയസ്സായി. ഓക്കെ ഗ്രേറ്റ്. എനിവേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. അപ്പം നെക്സ്റ്റ് വിന്നറെ കാണാൻ അടുത്ത എപ്പിസോഡിൽ കാണും. അപ്പോൾ ഈ എപ്പിസോഡിലാണ് നമ്മുടെ ഫ്രേ കുട്ടിയെ കണ്ടത്. എനിവേ താങ്ക് യു സോ മച്ച് റിസ്ക് എടുത്ത് പാർക്ക് വരെ വന്നതിന്. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പോൾ അടുത്ത വിന്നറിനെ കാണാനായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ ബൈ. ഒരു ബൈ ബൈ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഓക്കെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ എവിടെ താമസിക്കാം, ഹോസ്റ്റലിൽ താമസിക്കേണ്ടവർക്ക് ഹോസ്റ്റലിൽ താമസിക്കാം, തനിച്ച് താമസിക്കേണ്ടവർക്ക് തനിച്ച് താമസിക്കാം. ഇതല്ല ഇനി മിക്സഡ് ആയിട്ട് താമസിക്കേണ്ടവർക്ക് മിക്സഡ് ആയിട്ടും താമസിക്കാം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് എവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത്. ഇപ്പം എൻ്റെ ചുറ്റിനും ഒരുപാട് ഷോപ്പുകളുണ്ട്. ഞാനിങ്ങനെ കറങ്ങിയൊന്ന് വട്ടമടിച്ച് കാണിക്കാം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ലഷോ പാർക്കിലാണ്. ലഷോ പാർക്കിൽ എല്ലാവിധമായിട്ടുള്ള കടകളുണ്ട്, ബ്രാൻഡഡ് ആയിട്ടുള്ളത്. ഇതേ കടകൾ എല്ലാ സ്ഥലങ്ങളിലും കാണും. അതായത് ബർഗർ കിങ്, ക്രീംസ്, നാൻറ്റോസ്, KFC, മാക്ഡൊണാൾഡ്സ്. ഈ സ്ഥലങ്ങളിലെല്ലാം നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്, സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്കിൽസ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് വേണ്ടത് പ്യുവർ ഇംഗ്ലീഷ് സ്കിൽസ് ആണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ചില ആളുകൾക്ക് പറയാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 6 വർഷമായിട്ടുണ്ടെങ്കിലും നല്ല കുലുക്കുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് 6 വർഷമായിട്ടുണ്ടെങ്കിലും എൻ്റെ ആക്സെൻ്റ് ഒന്നും അത്രയ്ക്ക് പ്യുവർ അല്ല. ഇടയ്ക്കൊക്കെ തെറ്റും പറ്റുമൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 6 മാസം നിങ്ങൾക്ക് ടൈം കിട്ടാൻ നേരത്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഈ സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുന്നത് എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം
എക്സാമ്പിൾ സെക്യൂരിറ്റി ജോബ് കിട്ടും, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, പിന്നെ കാഷ്യർ ആയിട്ട് കിട്ടും, ഇനിയിപ്പം എന്താ വെയിട്രസ് ആയിട്ട് നമുക്ക് ജോലി കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ 6 മാസത്തെ കോഴ്സ് പഠിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ തപ്പിത്തടഞ്ഞ് നടന്ന് 2 മാസം 3 മാസം ഒന്നും ചിലവാക്കി കളയേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവുകയും ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂവിൽ പോകാൻ നേരത്ത് വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡ്, നീറ്റായിട്ട് ഡ്രസ്സ് ധരിച്ചു പോവുക, പിന്നെ അവരോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയും BBC ന്യൂസ് കാണാത്തവർ ഈ സമയങ്ങളിൽ BBC ന്യൂസ് കാണുക, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ ജോലികളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഊബർ അല്ലെങ്കിൽ ഡെലിവറോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും വർക്ക് ചെയ്യാം. അതിന് വേണ്ടത് ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സൈക്കിൾ ഓടിക്കാം, സ്കൂട്ടറുണ്ട്, അതുപോലെ തന്നെ കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നാട്ടിലെ ലൈസൻസ് വെച്ച് നമുക്കിവിടെ വണ്ടി ഓടിക്കാം, 1 ഇയർ ഇന്റർനാഷണൽ ലൈസൻസ്. ഓക്കെ, RTOയിൽ പോയിട്ട് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇയറിലേക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് ഇവിടെ വന്നിട്ട് നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ജോലികൾക്കും പോവാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പോവുകയും ചെയ്യാം. 20 മണിക്കൂറേ നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ആഴ്ചയിൽ. അത് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഷിഫ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ക്ലാസ് അനുസരിച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള കുട്ടികൾ കാണും. നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഒരു ഫോണും കാണും, അതുപോലെ തന്നെ ലാപ്ടോപ്പും കാണും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലിരുന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. നമ്മുടെ എലിമെന്റൽ ട്രേഡിംഗ് ഒരു പുതിയ കോഴ്സ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല വണ്ടിയും കൊണ്ട് കുത്തിക്കും. ഓക്കെ, അപ്പം നമുക്ക് പാർക്ക് ചെയ്തതിന് ശേഷം എലിമെന്റൽ ട്രേഡിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, പറഞ്ഞു വന്നത് എലിമെന്റൽ ട്രേഡിംഗ്. ചെറിയൊരു ക്യാപിറ്റൽ വെച്ച് നല്ലൊരു റിട്ടേൺ ഡെയിലി ബേസിക് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ട്രേഡിംഗ്. സോ അതിന്റെ ബേസിക് സ്റ്റെപ്സ് പഠിപ്പിച്ചു തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എലിമെന്റൽ ട്രേഡിംഗ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ UK വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട്. സോ ചില ആളുകളൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് ഡിപ്പെൻഡന്റ് വിസ കിട്ടും, അതുപോലെ തന്നെ അവർക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ കുട്ടികളെ നോക്കണം, പിന്നെ പഠിക്കാൻ പോകേണ്ടവർക്ക് പഠിക്കാൻ പോകണം. അപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വീട്ടിലിരിക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഹൗസ് വൈഫിന് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ട്രേഡിങ്ങിലുള്ളത്. വീട്ടിലിരുന്ന് ഈസി ആയിട്ട് ജോലി ചെയ്യാം, ഫ്ലെക്സിബിൾ ആണ്, ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഇരട്ടി ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ലക്കാണ്. സോ അപ്പോൾ ഇതിന്റെ കോഴ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ എലിമെന്റൽ ട്രേഡിംഗിൽ 8 മെന്റേഴ്സ് ആണ് ഉള്ളത്. ഇതൊരു ഓൺലൈൻ കോഴ്സാണ്, എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ചാർട്ട് ചെയ്ത് തരും. പിന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ്. സോ ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് എലിമെന്റൽ ട്രേഡിംഗിൽ കോൺടാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെഫറൽ കോഡ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ്സും കിട്ടും. ഇവിടെ ഈസി ആയിട്ട് എങ്ങനെ ജോലി കിട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹൗസ് വൈഫിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ എലിമെന്റൽ ട്രേഡിംഗിൽ അവർ സജസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് യു ഗൈസ്. ഇനിയും ഈ UK എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു UK ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. ഞാനിപ്പോൾ ക്രോയിഡനിൽ ഹൈ സ്ട്രീറ്റിലാണ് ഉള്ളത്. ഇവിടെ എല്ലാവിധമായിട്ടുള്ള ബാങ്കുണ്ട്. HSBC, ലോയ്ഡ്സ് ബാങ്ക്, TSB, ഹാലിഫാക്സ്. ഈ ബാങ്കുകളൊക്കെ എന്തിനാണ് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് കാർഡ് എടുക്കും. അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിലും ബാങ്കുകാർ ഇങ്ങോട്ട് നമ്മളെ സമീപിക്കും 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കും, സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെങ്കൻ കൺട്രീസിലൊക്കെ 9 പൗണ്ടിന് വരെ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷേ അനാവശ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കാൻ നോക്കുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് അഡ്വൈസ്. ഇനി സെക്കൻഡ് കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. സെക്കൻഡ് അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു ഇവിടെ ഈസിയാണ് ലൈസൻസ് ഒക്കെ കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് ഇവിടെ വണ്ടിയൊക്കെ ഓടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്പീഡിംഗ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പോയിന്റ്സ് ആവശ്യമില്ലാതെ വലിച്ചു കൂട്ടാതിരിക്കാൻ നോക്കുക. പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളിവിടെ സെറ്റിലായി കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി ഒരുപാട് പോയിന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എൻ്റെ മൂന്നാമത്തെ അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷെയർഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓഫൊക്കെ കിട്ടാൻ നേരത്ത് വീക്കെൻഡിൽ അടിച്ചു പൊളിക്കും കൂട്ടുകാരായിട്ട്. അപ്പം മാക്സിമം നിങ്ങൾ എന്താ പറയുക, നെയ്ബേഴ്സിനെ ഡിസ്റ്റർബ് ആകാതിരിക്കാൻ നോക്കുക. അവരൊരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അത് PR എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ
സോഷ്യലായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അത് നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ റേസിസം എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നും, അത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡ്രഗ്സ്, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം ഫ്യൂച്ചറിൽ ആക്ച്വലി എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് മതി നമ്മുടെ PR റിജക്റ്റ് ആകാൻ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങ് അതിനെ എന്താ പറയുക റിജക്റ്റ് ചെയ്ത് വിടുക. നമ്മൾ എത്ര പേര് നമ്മളെക്കുറിച്ച് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ നല്ലതായിട്ട് വരാൻ നേരത്ത് മറ്റുള്ളവർക്ക് അസൂയ തീർച്ചയായിട്ടും കാണും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയില്ലേ, അതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ നന്നായി കാണാൻ നേരത്ത് മറ്റുള്ളവർക്ക് അത് കുശുമുണ്ടാവും. അത് കേട്ടില്ല എന്ന് മട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിവിടെ ജീവിക്കാം. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഇൻഫോർമേഷൻ എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്, പാർട്ട് ടൈം ജോലി എവിടെയൊക്കെയാണ് കിട്ടുന്നത്, വീട്ടിലിരുന്ന് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്, നമ്മുടെ എലിമെൻ്റൽ ട്രേഡിങ്ങിൽ നല്ലൊരു കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗസ് വൈഫിനൊക്കെ ഈസി ആയിട്ട് ജോലി കിട്ടും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞുങ്ങളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി അറിയേണ്ട ഒരു കാര്യമാണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് നല്ല ജോലി നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലാണ് നല്ല ജോലി കിട്ടുന്നത്, നിങ്ങളുടെ കോഴ്സ് ഏതാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ കോഴ്സിനനുസരിച്ചുള്ള ജോലി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ഫ്രേ കുട്ടിയും കണ്ടു, നല്ലൊരു ബ്ലെസ്സിങ് ഫാമിലി തന്നെയായിരുന്നു അത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക അടുത്ത വിന്നറിനെയും കൊണ്ട് വരും. അതുപോലെ തന്നെ പുതിയ ഇൻഫോർമേഷൻ ആയിട്ട് വരും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിൻ്റെ ഇൻഫോർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കാണാം. അതുവരേക്കും ഹാവ് എ ഗുഡ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.